2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരൊക്കെ എവിടൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നതിൻ്റെ രഹസ്യമായ ചില ചർച്ചകൾ കാര്യമായ രീതിയിൽ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാകുക. നിലവിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ശക്തിയാർജിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ അത്ര ശക്തി മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കർണാടകയും കേരളവുമാണ് കോൺഗ്രസിനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചേർത്ത് നിർത്തുന്ന ചില സംസ്ഥാനങ്ങൾ. എന്നാൽ കേരളത്തിൽ മൂന്നാം തവണ കൂടി കോൺഗ്രസ് അധികാരത്തിലേറാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാക്കും. കാരണം കോൺഗ്രസിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന പല ഘടകകക്ഷികളും ഇടതുപക്ഷത്തേക്ക് ചേക്കേറുവാനുള്ള സാധ്യത ഏറെയാണ്. BJPയെ സംബന്ധിച്ച് 2026 അവർ അധികാരത്തിലേറാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആരായിരിക്കണം കേരളം ഭരിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് കേരളത്തിൽ BJP വളരുന്നുണ്ട് എന്നുള്ളതിൽ പ്രാധാന്യമുണ്ട്. ഇവിടെ അത്തരത്തിൽ കൃത്യമായി ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയ സ്ഥിതിക്ക് ചില മണ്ഡലങ്ങളിൽ ചില പ്രത്യേക തീരുമാനങ്ങളാണ് കോൺഗ്രസ് എടുക്കുവാൻ പോകുന്നത് എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറന്മുള മണ്ഡലമാണ്. ആറന്മുള മണ്ഡലം എന്തുകൊണ്ട് ഇത്രമേൽ പ്രാധാന്യമേറുന്നു എന്ന് ചോദിച്ചാൽ, ആറന്മുള മണ്ഡലം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു. വീണ ജോർജ് MLA 2016 2021 MLA ആയി വിജയിച്ചു വന്ന മണ്ഡലമാണ് ആറന്മുള മണ്ഡലം. മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ ആറന്മുളയിൽ വിജയിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് വീണ ജോർജിനുള്ള വ്യക്തിപ്രഭയും അതിനോടൊപ്പം ചെറുപ്പക്കാരായ വോട്ടർമാരുടെ പിന്തുണയും ക്രൈസ്തവ വോട്ടർമാരുടെ പിന്തുണയുമാണ്. 1957 രൂപീകൃതമായ ഈ മണ്ഡലം 1996 വരെ UDFിനൊപ്പം നിന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. ദീർഘകാലം ആറന്മുള മണ്ഡലം ഭരിച്ചിരുന്നത് UDF ആയിരുന്നു എന്ന സാരം. 1996 കടമനിട്ട രാമകൃഷ്ണൻ CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ആദ്യമായി CPM അവിടെ അധികാരത്തിൽ ഏറുന്നത്. പിന്നീട് മാറി മാറി ഒരു ഭരണം അവിടുന്ന് ഇങ്ങോട്ട് ആറന്മുളയിൽ ഉണ്ടാകുന്നു. 2016 2021 വീണ ജോർജ് അവിടെ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് അവിടെ ഇടതുകോട്ടയുടെ ഒരു ശൈലിയിലേക്ക് ആറന്മുള മാറിയത്. BJPക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള മണ്ഡലം എന്നുള്ളത് തള്ളിക്കളയുവാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. ശബരിമല യുവതി പ്രവേശനം ആറന്മുളയിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ വ്യതിയാനം ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ അത് കൃത്യമായ രീതിയിൽ വോട്ടാക്കി മാറ്റുന്നതിൽ BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആറന്മുളയിൽ 2021 വീണ ജോർജിനെ വിജയിപ്പിച്ചതിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായി നിൽക്കുന്നത്. ഹൈന്ദവ വോട്ടുകളിൽ അവിടെ ഭിന്നിപ്പുണ്ടാവുകയും ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് വീണ ജോർജിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യം അവിടെ ശക്തമായി നിന്നതുകൊണ്ട് തന്നെയാണ് വീണ ജോർജിന് നിഷ്പ്രയാസം ആറന്മുളയിൽ 2021 വിജയിക്കുവാൻ സാധിച്ചത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായി കോൺഗ്രസ് കാണുന്നത് കൊണ്ട് തന്നെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ആറന്മുളയിൽ മത്സരിപ്പിക്കണമെന്നുള്ളത് രഹസ്യമായി തന്നെ കോൺഗ്രസിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. KK ശൈലജയ്ക്ക് പിൻഗാമിയായി വന്ന വീണ ജോർജിന് KK ശൈലജയെ പോലെ ഒരു മികച്ച ആരോഗ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലെ അവരുടെ ഭരണ നേട്ടത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല എന്നുള്ളതായിരുന്നു വീണ ജോർജിനെതിരായി ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അത് അവരുടെ തന്നെ MLA ആയ UR പ്രതിഭ ഒരു പൊതുവേദിയിൽ പറയുകയുണ്ടായി. അങ്ങനെ നിലവിൽ വീണ ജോർജിന് അത്തരത്തിൽ പല വിവാദങ്ങളുടെ ഇടയിൽ പെട്ടതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപ്രഭയ്ക്ക് മങ്ങലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും വീണ ജോർജിന് മൂന്നാം തവണയും ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന വനിതാ വോട്ടർമാരുടെ വോട്ടും ക്രൈസ്തവ വോട്ടും യുവാക്കളുടെ വോട്ടും ഇവയെല്ലാം വീണ ജോർജിന് അനുകൂലമായി നിന്നതുകൊണ്ട് കൂടിയാണ് വീണ ജോർജ് 2016 2021 ആറന്മുളയിൽ നിന്ന് വിജയിച്ചു വന്നത്. അതുകൊണ്ട് വീണ ജോർജിന് ഒത്ത ഒരു എതിരാളിയെ വീണ ജോർജിനെ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു എതിരാളിയെ ആറന്മുളയിൽ മത്സരിപ്പിക്കേണ്ട ആവശ്യകത ഏറെ ആയതുകൊണ്ട് തന്നെ UDF ഇത്തവണ ആറന്മുളയിൽ മത്സരിപ്പിക്കുവാൻ സാധ്യത ഏറെയുള്ളത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെയാണ്. അച്ചു ഉമ്മനെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു. ആ സമയങ്ങളിൽ പാർട്ടിക്കെതിരായും ഉമ്മൻചാണ്ടിക്കെതിരായും ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകുന്ന രാഷ്ട്രീയപരമായി ബോധ്യമുള്ള വായിൽ തോന്നുന്നെല്ലാം വിളിച്ചു പറയാത്ത രാഷ്ട്രീയ പക്വതയുള്ള ഒരു നേതാവായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു വ്യക്തിത്വമാണ് അച്ചു ഉമ്മൻ. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് അച്ചു ഉമ്മൻ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ജീവനായിരുന്ന കോൺഗ്രസിന് ഒരു ആവശ്യമുണ്ടാകുമ്പോൾ അച്ചു ഉമ്മൻ രംഗത്തിറങ്ങുമെന്ന പ്രത്യാശയാണ് കോൺഗ്രസ് ഉള്ളത്. അച്ചു ഉമ്മൻ വരികയാണെങ്കിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ആറന്മുളയിൽ കോൺഗ്രസ് ഉണ്ടാകും. ഒന്ന്, ഉമ്മൻചാണ്ടിയോട് മതിപ്പും ആദരവുമുള്ള ജനങ്ങൾ
അച്ചൂമ്മന് പിന്തുണ നൽകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാണ്ടികുമ്മൻ പുതുപ്പള്ളിയിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചതുപോലെ ആറന്മുളയിൽ അച്ചൂമ്മനും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചുപിടിക്കുവാൻ അച്ചൂമ്മൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭയിൽ നിന്ന് കഴിയുമെന്ന കണക്കൂട്ടലും കോൺഗ്രസിനുണ്ട്. ചെറുപ്പക്കാരുടെ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സ്വാധീനവും സാധ്യതയും അച്ചൂമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആറന്മുളയിൽ ഉണ്ട് എന്ന കണക്കൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വോട്ടുകളാണ്. ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം കഴിഞ്ഞ തവണ വീണ ജോർജിനുണ്ടായതുപോലെ അച്ചൂമ്മൻ സ്ഥാനാർത്ഥിയാകുകയാണ് എങ്കിൽ അച്ചൂമ്മനിലേക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ തവണ വീണ ജോർജിന് അനുകൂലമായി നിന്ന ഘടകങ്ങളെല്ലാം അച്ചൂമ്മൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുകയാണ് എങ്കിൽ ഉണ്ട് എന്ന കണക്കൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സാധ്യത ഏറെയാണ് ആറന്മുളയിൽ എന്ന കണക്കൂട്ടൽ കോൺഗ്രസിൽ ശക്തമായി തന്നെയുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെതിരായി UDF സ്ഥാനാർത്ഥിയായ ആറന്മുളയിൽ മത്സരിക്കുവാൻ പോകുന്നത് അച്ചൂമ്മനാണ് എന്ന ചർച്ച സജീവമായി നിൽക്കുകയാണ്. അച്ചൂമ്മൻ ആറന്മുളയിൽ മത്സരിച്ചാൽ അവിടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് സാധ്യത ഏറെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.